വെൽക്കം ടു സമീസ് ക്ലാസ് റൂം. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിൾസിലെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് പേജ് നമ്പർ 44 പ്രാക്ടീസ് കോളത്തിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻ വായിക്കാം. A triangle is drawn by joining a point on a semicircle to the ends of the diameter. അല്ലേ, ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ആ ഒരു സെമി സർക്കിളിന്റെ ഡയാമീറ്ററിന്റെ എൻഡ് അല്ലെ, ഒരു സെമി സർക്കിൾ ഇവിടെ ഉണ്ട്. ആ ഡയാമീറ്ററിന്റെ എൻഡ് എന്ന് പറയുമ്പോൾ എയും ബിയും അതിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്തൊരു ട്രയാങ്കിൾ അവിടെ വരച്ചിട്ടുണ്ട്. Then the semicircle are drawn with other two sides as the diameter. ബാക്കി രണ്ട് സൈഡും, അതായത് ഈ സൈഡും ഈ സൈഡും ഡയാമീറ്റർ ആക്കിക്കൊണ്ട് വേറെ രണ്ട് സെമി സർക്കിളും വരച്ചിട്ടുണ്ട്. ഇനി കറക്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? Prove that the sum of areas of the blue and red present in the second picture is equal to the area of the triangle. അപ്പൊ ബ്ലൂയും റെഡും കളറിൽ ഞാൻ ഇത് റെഡും ഇത് ബ്ലൂ ആയിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ബ്ലൂ ഇത്രയും പോർഷനും റെഡ് പോർഷനും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ട്രയാങ്കിളിന്റെ ഏരിയ ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? The sum of the area of the blue and the red present is equal to the area of the triangle. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിളിന്റെ പേര് കൊടുത്തു ABC. എന്നിട്ട് ഈ BC എന്ന് പറഞ്ഞ ലെങ്തിൽ നമ്മൾ A എന്നുള്ളൊരു ഇപ്പൊ എത്ര സെന്റിമീറ്റർ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ആ സെന്റിമീറ്ററിന് പോലെ നമ്മൾ A എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു, AC ക്ക് B എന്ന് കൊടുത്തു, AB ക്ക് C എന്നും കൊടുത്തു, ഒരു വാല്യൂ കൊടുത്തു. നമുക്ക് ആദ്യം എഴുതാം. If AB is equal to C, BC is equal to A and AC is equal to B. ACയും എഴുതിയ കാര്യം നമ്മൾ എഴുതി. ഇനി ഈ ട്രയാങ്കിൾ ABC, ഈ ABC എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിനകത്ത് ആംഗിൾ ACB എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. കാരണം ആംഗിൾ ഇൻ സെമി സർക്കിൾ അല്ലേ? ഈ ഒരു സെമി സർക്കിൾ കണ്ടല്ലോ. ഈ സെമി സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് AB. AB എന്ന് പറഞ്ഞ ഡയാമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ്, അതായത് എയും ബിയും ജോയിൻ ചെയ്ത് സർക്കിളിലേക്ക് വരച്ച ആംഗിൾ ആണ് ആംഗിൾ ACB എന്ന് പറയുന്നത്. സർക്കിളിലേക്ക് അങ്ങനെ വരയ്ക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ ഇൻ സെമി സർക്കിൾ 90 ഡിഗ്രി ആണ്. therefore ആംഗിൾ ACB ഈക്വൽ ടു 90 ഡിഗ്രി. ഇത്ര മനസ്സിലായല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രയാംഗിൾ ABC എന്ന് പറയുന്നത് റൈറ്റ് ആണ് ആണല്ലോ. ഇനി ഈ ട്രയാംഗിളിന്റെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് ട്രയാംഗിൾ ABC ഈക്വൽ ടു ഹാഫ് BH. ഇനി ശ്രദ്ധിക്കുക, ഈ 90 ഇവിടെ റൈറ്റ് ആംഗിൾ ആണല്ലേ. അപ്പൊ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഒരിക്കലും ബേസ് ആയിട്ട് എടുക്കില്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫിഗർ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് AB എന്ന് പറഞ്ഞ സൈഡ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കും. പക്ഷെ ഒരിക്കലും AB ബേസ് ആയിട്ട് എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ റൈറ്റ് ആംഗിൾ കൺസിഡർ ചെയ്യുവാണ് അല്ലെ. റൈറ്റ് ആംഗിളിൽ കൺസിഡർ ചെയ്യുമ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡ് ഒരിക്കലും ആ ട്രയാംഗിളിന്റെ ബേസ് അല്ല, അത് ആ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഒരിക്കലും ABനെ ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോബ്ലം തെറ്റിപ്പോകും. അപ്പൊ ഹാഫ് BH ആണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ബേസ് ആയിട്ട് നമ്മൾ ആരെ എടുക്കാൻ പാടില്ല? ABനെ എടുക്കാൻ പാടില്ല. അപ്പം എയും ബിയും വേണം എടുക്കാനായിട്ട്, അതായത് BC ആൻഡ് AC എടുക്കണം. ഈക്വൽ ടു ഹാഫ് AC ഇൻറ്റു BC. അപ്പൊ AC എന്ന് പറയുന്നത് എത്രയാണ്? A ആണ് അല്ല, B ആണ് അല്ലെ. BC എന്ന് പറയുന്നതോ A ആണ്. അതായത് എന്ന് പറയുന്നത് A ഇൻറ്റു B അല്ലെങ്കിൽ B ഇൻറ്റു A എന്ന് പറയുന്നത് AB ബൈ 2 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഇതാണ് അവിടുത്തെ ട്രയാംഗിളിന്റെ ഏരിയ. ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് BH ആണ്. അപ്പൊ ഹാഫ് AC ഇൻറ്റു BC ആണ്. ഒരിക്കലും AB ബേസ് ആയിട്ട് താഴെ കാണുന്നത് ബേസ് ആയിട്ട് എടുക്കല്ലേ, കാരണം അത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് ആ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ AC ഇൻറ്റു BC എന്ന് പറയുമ്പോൾ B ഇൻറ്റു അതായത് A ഇൻറ്റു B ആണ്. അപ്പൊ AB ബൈ 2 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് semicircle with a diameter ഏതാണ്? C ആണ് അല്ലെ. C എന്ന് പറഞ്ഞ ലെങ്ത്, അതായത്
എ ബി ഡയാമീറ്റർ ആക്കിക്കൊണ്ട് വരച്ച സെമി സർക്കിളിന്റെ ഏരിയ, അതായത് സി എന്ന് പറഞ്ഞ ലെങ്തിന്റെ സെമി സർക്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ഹാഫ് പൈ ആർ സ്ക്വയർ. അപ്പൊ സി എന്ന് ഡയാമീറ്റർ ആണ് സി അല്ലെ, ഡയാമീറ്റർ ആണ് സി. അങ്ങനെയാണെങ്കിൽ ഇത് റേഡിയസ് എന്താണ്? c/2 ആണ് അല്ലെ, ഡയാമീറ്ററിന്റെ ഹാഫ്. ഡയാമീറ്റർ സി ആകുമ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് c/2. സോ അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്, അതായത് ഹാഫ് പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? അതായത് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു c/2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു c²/2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു c²/4 അല്ലെ. അപ്പൊ നമുക്കറിയാം ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ 1 ഇൻറ്റു പൈ ഇൻറ്റു c². 1 ഇൻറ്റു പൈ എത്രയാണ്? പൈ തന്നെ. പൈ ഇൻറ്റു c², പൈ c². ഇവിടെ പൈക്ക് താഴെ 1 ഉണ്ടല്ലോ. 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2, 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8. പൈ c²/8 cm² ആണ് സെമി സർക്കിളിന്റെ ഏരിയ. ഇത്രയും കൊണ്ട് ക്വസ്റ്റ്യൻ അവസാനിച്ചില്ല, ഇത്തിരി കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് എല്ലാവർക്കും മനസ്സിലായ? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഈ ബ്ലൂ ക്രസന്റെയും റെഡ് ക്രസന്റെയും ഏരിയ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും നമ്മൾ പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എ ബിക്കും ബി സിക്കും എ സിക്കും ഒക്കെ ഓരോരോ വാല്യൂ ഇട്ട് കൊടുത്തു. എയും ബി എസ് സി ഒക്കെ ആയിട്ട് വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പൊ അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിൾ എ ബി സിക്കകത്ത് എ സി ബി എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രിയാണ്. കാരണം അറിയാലോ, ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ബൈ ജോയിനിങ് ദ എൻഡ് പോയിന്റ് ഓഫ് ദ ഡയാമീറ്റർ. അങ്ങനെ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ബേസ് ആയിട്ട് ഒരിക്കലും എ ബിനെ എടുക്കാൻ പാടില്ല. അത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ എ സി ഇൻറ്റു ബി സി, അതായത് എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ AB/2 cm² നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് ആ സെമി സർക്കിൾ, അതായത് സി എന്ന് പറഞ്ഞ ഡയാമീറ്റർ സി ആയ സെമി സർക്കിളിന്റെ ഏരിയ അത് എത്രയാണ്? സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഡി എന്ന് ഡയാമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? സി ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് c/2 ആണ്. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് പൈ ആർ സ്ക്വയർ. അപ്പൊ ഹാഫ് പൈ ഇൻറ്റു ആറിന് വരെ എന്തിട്ട് കൊടുക്കുക? c/2. ആർ സ്ക്വയർ എന്ന് പറയുന്നത് c/2 ദ ഹോൾ സ്ക്വയർ. അപ്പം c²/2 സ്ക്വയർ. അപ്പൊ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു c²/2 സ്ക്വയർ. c² എന്ന് പറയുന്നത് c² തന്നെ. 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പം ഇതെന്താണ്? ഇത് നോക്കിയേ, ഹാഫ് ഇങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു എന്താണ്? c²/4. ഈ ലൈൻ ആട്ടോ, ഞാനിവിടെ ക്ലിയർ ആവാത്തതുകൊണ്ടാണ് അങ്ങോട്ട് എഴുതിയത്. ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു c²/4. അപ്പൊ ഇവിടെ അതിനടുത്ത് ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ. അപ്പൊ 1 ഇൻറ്റു പൈ എന്ന് പറയുന്നത് പൈ ആണ്. പൈ ഇൻറ്റു c² എന്ന് പറയുന്നത് പൈ c² ആണ്. 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8 ആണ്. പിന്നെ പൈ c²/8 cm² നമുക്ക് സെമി സർക്കിളിന്റെ ഏരിയ, ഡയമീറ്റർ സി ആയ സെമി സർക്കിളിന്റെ ഏരിയ നമുക്ക് പൈ c²/8 cm² എന്ന് കിട്ടും. നമുക്ക് ബാക്കി ചെയ്യാം, ഇത്ര എഴുതിയെടുക്കാം. നമുക്ക് ഇവിടുത്തെ ഈ രണ്ട് ഏരിയ സൈഡിലേക്ക് ഇട്ടേക്കാം കേട്ടോ, പിന്നെ ആവശ്യം വരും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയായിരുന്നു? AB/2. ഏരിയ ഓഫ് സെമി സർക്കിൾ സി ഡയമീറ്റർ സെമി സർക്കിളിന്റെ ഏരിയ എന്താണ്? പൈ c²/8. കണ്ടുപിടിച്ച കാര്യം എഴുതിയിട്ട് കേട്ടോ. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ സ്റ്റെപ്പിലേക്ക് പോകും. ഓക്കെ, അപ്പം ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് AB/2 ആണ്. സെമി സർക്കിളിന്റെ സി ഡയമീറ്റർ ആയ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ c²/8 ആണ്. ഇനി അപ്പൊ നോക്കിക്കേ, ഈ സെമി സർക്കിൾ, അതായത് സി എന്ന് പറഞ്ഞ വലിയ സെമി സർക്കിളിനകത്തൊന്നും ഈ ചെറിയ ട്രയാങ്കിൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പോർഷന്റെ ഏരിയ കിട്ടത്തില്ലേ? മനസ്സിലായോ പറഞ്ഞത്? ഈ വലിയൊരു സെമി സർക്കിൾ ഉണ്ടല്ലേ, അവിടെ വലിയ സെമി സർക്കിളിനകത്ത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ മാറിക്കഴിഞ്ഞാൽ ഈ പോർഷന്റെ ഏരിയ കിട്ടത്തില്ലേ? അതായത് ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സർക്കിളിൽ ഒരു പാർട്ട്, ആ രണ്ട് സെഗ്മെന്റിന്റെ ഏരിയ നമുക്ക് കിട്ടും. സോ ഏരിയ ഓഫ് segment in semicircle
with diameter C except the triangle ABC. എഴുതിയ സ്റ്റെപ്പ് മനസ്സിലായോ? അതായത് ഡയാമീറ്റർ സി ആയ സെമി സർക്കിളിൽ നിന്ന്, അതായത് എ ബി ഡയാമീറ്റർ ആയ സെമി സർക്കിളിൽ നിന്നും ട്രയാങ്കിളിന്റെ ഏരിയ ഒഴിച്ചിട്ടുള്ള, അതായത് ട്രയാങ്കിളിന്റെ ഏരിയ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഏരിയയും കിട്ടും, ഈ രണ്ട് ഏരിയ ഇതും കിട്ടും. അപ്പൊ ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് പറയുന്നതാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ആ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത്? ഏരിയ ഓഫ് സെമി സർക്കിൾ ഏതാണ്? പൈ സി സ്ക്വയർ ബൈ 8 ആണ്. അതിൽ നിന്നും ട്രയാങ്കിളിന്റെ ഏരിയ ആയ എ ബി ബൈ 2 മൈനസ് ചെയ്യുക. പൈ സി സ്ക്വയർ മൈനസ് എ ബി ബൈ 2. സ്റ്റെപ്പ് മനസ്സിലായോ? അതായത് സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്നും ട്രയാങ്കിളിന്റെ ഏരിയ പോകുമ്പോൾ ആ ബാക്കി രണ്ട് പോർഷന്റെ ഏരിയ നമുക്ക് കിട്ടും. സോ അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിന് സെയിം ആക്കാൻ വേണ്ടി 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. മേളിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴേക്കും പൈ സി സ്ക്വയർ ബൈ 8 മൈനസ് എ ബി ഇൻറ്റു 4 എത്രയാണ്? 4ab by 8 is equal to pi c square minus 4ab by 8. This is the first equation. ഇതെന്ന് പറയുന്നത് എന്താണ്? It is the area of the segment. എത്രയാണ്? pi c square minus 4ab by 8 ആണ്. അതായത് ഈ പോർഷന്റെ ഏരിയ, ഞാൻ ഡൗട്ട് ഇട്ടിരിക്കുന്ന ഈ പോർഷൻ കണ്ടോ? ഈ പോർഷന്റെ ഏരിയയുടെ സം ആണ് ഈ പൈ സി സ്ക്വയർ മൈനസ് 4ab ബൈ 8 എന്നുള്ളത്. ഇനി നമുക്ക് ആ ബാക്കി രണ്ട് സെമി സർക്കിളിന്റെ ഏരിയയും കൂടെ ഇതിനോടൊപ്പം കണ്ടുപിടിക്കണം. അതായത് എ സിയും ബി സിയും ഡയാമീറ്റർ ആയ സെമി സർക്കിൾ, എ സി എന്ന് പറയുമ്പോൾ ഏതാണ്? ബി. അപ്പൊ നമുക്ക് ആ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് സെമി സർക്കിൾ with the diameter B diameter, അതായത് ഈ ചെറിയ സെമി സർക്കിൾ, അതായത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷനും ഈ പോർഷനും ഉൾപ്പെടെയുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ കേട്ടോ. വിത്ത് ഡയാമീറ്റർ B is equal to half pi r square. അപ്പൊ ഡയാമീറ്റർ എന്ന് പറയുന്നതാണ് B അല്ലേ? ഡയാമീറ്റർ എന്ന് പറയുന്നത് B ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് B by 2 ആണ്. അറിയാലോ അല്ലേ ഡയാമീറ്ററിന്റെ പകുതി. സോ ഹാഫ് പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ്? ബി ബൈ 2, അതിന്റെ സ്ക്വയർ, ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ബി സ്ക്വയർ ബൈ 2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ബി സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പൊ ഇവിടെ വേണം 1 സങ്കല്പിച്ചോ. അപ്പൊ നമുക്ക് എളുപ്പം ഇനി ന്യൂമറേറ്റേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു പൈ എന്ന് പറയുന്നത് പൈ ആണ്. പൈ ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറയുന്നത് പൈ ബി സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8 ആണ്. പൈ ബി സ്ക്വയർ ബൈ 8 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇതാണ് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയാമീറ്റർ ബി. എത്രയാണ്? പൈ ബി സ്ക്വയർ ബൈ 8. അപ്പൊ നമുക്ക് അടുത്ത ട്രയാങ്കിൾ ആയ അടുത്ത സെമി സർക്കിൾ ആരാണ്? എ എന്ന് പറഞ്ഞ ഡയാമീറ്റർ ഉള്ള സെമി സർക്കിൾ ആണ് അല്ലേ? നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അതായത് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയാമീറ്റർ എ എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ ഡയാമീറ്റർ എന്ന് പറയുന്നതാണ് എ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എ ബൈ 2 ആണ്. സോ അപ്പൊ ഹാഫ് പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ half into pi into a by 2 the whole square ആണ്. So half into pi into a square by 2 square. So അപ്പം പൈക്ക് ആരും ഉണ്ടോ നോക്കാം. അപ്പൊ 1 into pi എന്ന് പറയുന്നത് pi a square by 2 into 1 2. അപ്പൊ ഇത് 4 ആണല്ലോ. അപ്പം half pi into a square by 2 square എന്ന് പറയുമ്പോൾ 4 അല്ലേ? അപ്പൊ 2 into 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 into 4 എന്ന് പറയുന്നത് 8 ആണ്. 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയാമീറ്റർ എ എന്ന് പറയുന്നത് പൈ എ സ്ക്വയർ ബൈ 8 ആണ്. മനസ്സിലായോ? ഇത്തിരി അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള പ്രോബ്ലം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം ഞാൻ സൈഡിലായിട്ട് അവിടെ ഷോർട്ട് ആക്കി കണ്ടുപിടിച്ചിട്ട് എഴുതിയിട്ടത്.
ഇനി നമുക്ക് ഈ ഇത്രയും കിട്ടിയല്ലേ, ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി, സി ഡയാമീറ്റർ ആയ സെമി സർക്കിളിന്റെ ഏരിയ കിട്ടി, ആ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടി, പിന്നെ നമുക്ക് ആ ബി ഡയാമീറ്റർ ആയ സെമി സർക്കിളിന്റെ ഏരിയ കിട്ടി, എ ഡയാമീറ്റർ ആയ സെമി സർക്കിളിന്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം, അതായത് ഈ ഇതും കൂടെ ആഡ് ചെയ്യാം. അതായത് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയാമീറ്റർ. ഏതൊക്കെ ഡയാമീറ്റർ ഉള്ള ഏരിയാസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോണത്? എയും ബിയും. എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു, ഇപ്പൊ എന്ന് പറയുമ്പോൾ എന്താണ്? പൈ എ സ്ക്വയർ ബൈ 8 ആണ്, പ്ലസ് പൈ ബി സ്ക്വയർ ബൈ 8 ആണ്. ഇസ് ഈക്വൽ ടു പൈ എ സ്ക്വയർ പ്ലസ് പൈ ബി സ്ക്വയർ ബൈ 8. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അതായത് സം ഓഫ് ദ ഏരിയ ഓഫ് ദ ടു സെമി സർക്കിൾ വിത്ത് ഡയാമീറ്റർ എ ആൻഡ് ബി. അപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇതിന്റെ തമ്മിലുള്ള സം ആണ്. ഇതിന്റെ സം എത്രയാണ്? അതായത് പൈ എ സ്ക്വയർ പ്ലസ് പൈ ബി സ്ക്വയർ ബൈ 8 ആണ്. ഇനി അവിടെ പറയുന്നത് നമുക്ക് ഇനി ആ എന്താണ്, ആ രണ്ട് ക്രസന്റ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം. ആ ക്രസന്റ് കണ്ടുപിടിക്കണം, അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ബ്ലൂ ക്രസന്റ് റെഡ് ക്രസന്റ് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ക്രസന്റ് പോർഷൻ. ഈ ഏരിയ ഓഫ് ക്രസന്റ് പോർഷൻ എന്ന് പറയുന്നത് ഈ ബ്ലൂയുടെയും ഈ എന്താണ് സം ഓഫ് ദ ഏരിയ ഓഫ് ദ ക്രസന്റ് പോർഷൻ കണ്ടുപിടിക്കണ്ട. അപ്പൊ ബ്ലൂയുടെയും ഈ റെഡിന്റെയും ഈ രണ്ട് സെമി സർക്കിൾ ഉണ്ട്. അതായത് എ സി എന്ന് പറഞ്ഞ ലൈൻ ഡയാമീറ്റർ ആക്കി വരച്ച സെമി സർക്കിളും ബി സി എന്ന് പറഞ്ഞ ലൈൻ ഡയാമീറ്റർ ആക്കി വരച്ച സെമി സർക്കിളിന്റെയും സം ആണ് ഈ പൈ എ സ്ക്വയർ പ്ലസ് പൈ ബി സ്ക്വയർ ബൈ 8 എന്ന് പറയുന്നത്. ഇതിനകത്തൊന്നും ഈ സെഗ്മെന്റ് പോകുന്ന ഈ സെഗ്മെന്റിന് നമ്മൾ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പോർഷൻ ആണ് ഈ ക്രസന്റിന്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ സമ്മിനകത്ത് നിന്ന് നമുക്ക് ആ സെഗ്മെന്റിന്റെ ഏരിയ മൈനസ് ചെയ്യണം. അതായത് പൈ എ സ്ക്വയർ പ്ലസ് പൈ ബി സ്ക്വയർ ബൈ 8 ആണ് അവിടുത്തെ സം ഓഫ് ദ ഏരിയ. അതിനകത്തൊന്നും ആ സെഗ്മെന്റിന്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്യണം. അതായത് പൈ സി സ്ക്വയർ മൈനസ് 4ab ബൈ 8 എന്നുള്ളത് മൈനസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഏരിയ ഓഫ് ക്രസന്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? സം എന്ന് പറഞ്ഞാൽ ഏതാണ്? പൈ എ സ്ക്വയർ പ്ലസ് പൈ ബി സ്ക്വയർ ബൈ 8 മൈനസ് എന്താണ്? പൈ സി സ്ക്വയർ മൈനസ് 4ab ബൈ 8 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ പ്ലസ് ഉണ്ടല്ലോ, അപ്പൊ സൈൻ മാറ്റാം. മൈനസ് പുറത്തുള്ളതുകൊണ്ട് പ്ലസിന് മൈനസ് കൊണ്ട് ഗുണിക്കാം, മൈനസ് കൊണ്ട് ഉണ്ടാവുക. അപ്പൊ എന്താണ്? പൈ എ സ്ക്വയർ പ്ലസ് പൈ ബി സ്ക്വയർ മൈനസ് പൈ സി സ്ക്വയർ മൈനസ് 4ab. ഇവിടെ മൈനസ് അല്ലായിരുന്നു, അപ്പൊ മൈനസ് മാറി ഇവിടെ പ്ലസ് ആയി. അതായത് പ്ലസും മൈനസും എന്ന് പറയുന്നത് മൈനസ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? പൈ എ സ്ക്വയർ പ്ലസ് പൈ ബി സ്ക്വയർ നമ്മൾ എഴുതി. ഇവിടെ മൈനസ് ആണ്, മൈനസും പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ആയി നമുക്ക് എന്ത് കിട്ടും? പ്ലസും മൈനസും മൈനസ് ആണ്. മൈനസ് പൈ സി സ്ക്വയർ മൈനസും മൈനസും എത്രയാണ്? പ്ലസ് ആണ്. 4ab ബൈ 8. ഒരുമിച്ച് ചെയ്താൽ ബൈ 8. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റേണ്ടൊന്നും ആവശ്യമില്ല. ഇനി ശ്രദ്ധിക്കുക, ഇത് ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നിൽക്കട്ടെ കേട്ടോ. അപ്പം റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിനകത്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ്. ആണല്ലോ? ഈ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതാണ്? എ സ്ക്വയർ അല്ലെ? എ സ്ക്വയർ ആണ്. ഇത് ബേസ് സ്ക്വയർ എന്ന് പറയുമ്പം ബി സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? സി ആണ് അല്ലെ? അപ്പൊ അതിന്റെ സ്ക്വയർ ആണ്. അതായത് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മനസ്സിലായോ? അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ആണ്, ബേസ് എന്ന് പറയുന്നത് ബി ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സി സ്ക്വയർ ആണ്. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ? അപ്പോ ഈ പൈ എ സ്ക്വയർ പ്ലസ് പൈ ബി സ്ക്വയർ മൈനസ് പൈ സി സ്ക്വയർ അല്ലേ? അപ്പോഴേക്കെന്താണ്? പൈ ഇൻറ്റു അപ്പൊ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്രയാണ്? അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ ആണ്. മനസ്സിലായോ? അതായത് പൈ എ സ്ക്വയർ അല്ലേ? പൈ എ സ്ക്വയർ പ്ലസ് പൈ ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയറും ഇപ്പൊ പൈ ഇവിടെ കോമൺ ആണ്, പൈനെ ഇവിടെ താഴോട്ട് ഇറക്കി എഴുതി.
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ ആണ്. അപ്പൊ പൈ സി സ്ക്വയർ മൈനസ് ബാക്കി അങ്ങോട്ട് പൈ സി സ്ക്വയർ പ്ലസ് 4ab/8. ഈ സ്റ്റെപ്പ് മനസ്സിലായോ? അതായത് ഓർക്കുക, ഒരു എന്താണ് റൈറ്റ് ആംഗിളിലെ ട്രയാംഗിളിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ആണ്, ഇപ്പൊ ബേസ് എന്ന് പറയുന്നത് ബി ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടുത്തെ എ സ്ക്വയർ ഇവിടുത്തെ ബി സ്ക്വയറും കൂടെ ചേരുന്നതാണ് സി സ്ക്വയർ. അപ്പൊ പൈ അവിടെ കോമൺ ആയിട്ട് ഇറക്കി എഴുതി. അപ്പം പൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ അല്ലേ? അപ്പൊ പൈ സി സ്ക്വയർ മൈനസ് ബാക്കി അങ്ങോട്ട് പൈ സി സ്ക്വയർ പ്ലസ് 4ab/8. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 4ab/8 എന്ന് കിട്ടും. അപ്പൊ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. ab/2 ab/2 എന്ന് കിട്ടി. അപ്പൊ ഈ ab/2 ഇനി ഞാൻ ചെറുതാക്കാനൊന്നുമില്ലല്ലോ, മാക്സിമം ചെറുതാക്കി വെച്ചിട്ടാണ് ab/2 എന്നുള്ളത്. ഇനി ab/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ab/2 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രസന്റ് പോർഷൻ ആണ്. അതായത് ബ്ലൂ ക്രസന്റും റെഡ് ക്രസന്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് ab/2. ഇനി ഇവിടെ എവിടെയെങ്കിലും ab/2 ഉണ്ടോ? അല്ലെ? ഏരിയ ഓഫ് ട്രയാംഗിൾ എന്ന് പറയുന്നത് ab/2 ആണ്. ഏരിയ ഓഫ് ക്രസന്റ് പോർഷൻ എന്ന് പറയുന്നത് ab/2 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്തുവായിരുന്നു? അതായത് ക്രസന്റ് പോർഷന്റെ ഏരിയയും ട്രയാംഗിളിന്റെ ഏരിയയും കൂടെ കൂട്ടുന്നത് സെയിം ആണെന്നാണ് നമുക്ക് ചോദിച്ചത്. അപ്പൊ സെയിം അല്ലേ? അതായത് ab/2 ആണ് ക്രസന്റ് പോർഷന്റെ ഏരിയ, ട്രയാംഗിളിന്റെ ഏരിയ ab/2 ആണ്. അപ്പൊ therefore ഏരിയ ഓഫ് ട്രയാംഗിൾ ഈക്വൽ ടു സം ഓഫ് ഏരിയ ഓഫ് ക്രസന്റ് പോർഷൻ. ഇതാണ് നമ്മളൊക്കെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അപ്പൊ ഇതാണ് ab/2 നമുക്ക് ആൻസർ കിട്ടി. അതും ab/2 ആണ്. സോ അപ്പൊ ഏരിയ ഓഫ് ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഏരിയ ഓഫ് ദ ക്രസന്റ് പോർഷൻ. അപ്പൊ ഈ ഒരു ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.